രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? മേ ബി ഇത് മോർണിംഗ് ഡിപ്രഷൻ ആയിരിക്കാം. എക്സാക്ട്ലി മോർണിംഗ് ഡിപ്രഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ അസൈൻമെന്റോ അല്ലെങ്കിൽ വർക്കോ ഒക്കെ ചെയ്യാനുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ അവരത് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ആ ഒരു ദിവസങ്ങളിൽ ഇവർക്ക് രാവിലെ എഴുന്നേറ്റ് സ്കൂളിലോട്ടോ കോളേജിലോട്ടോ പോകാൻ സാധിക്കാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ആവും. എക്സാക്ട്ലി വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ കോളേജ് ഓഫീസിൽ പോകുന്ന ഒരാളാണ്. ഓഫീസിൽ നിങ്ങൾക്ക് കുറെ ഡ്യൂട്ടീസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടില്ല. ഈ അച്ചീവ് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഓഫീസിലോട്ട് പോകാൻ നിങ്ങൾക്ക് ഒട്ടും തന്നെ തോന്നില്ല. ഈ ഒരു സാഹചര്യം വിത്തൗട്ട് എനി റീസൺ വരിക. ഓക്കെ, ഇതിപ്പോ ഓഫീസിലോട്ട് പോകുന്ന സമയത്ത് അവിടെ പണിയുണ്ട്, ആ പണി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈവൻ ഇതുപോലെ തന്നെ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഏറെ ജോലി വീട്ടിൽ കിടക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ കുട്ടികളെ പറഞ്ഞയക്കണം, സ്കൂളിൽ മറ്റേ വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് പോകുമ്പോഴേക്ക് പുള്ളിക്ക് ഫുഡ് ഉണ്ടാക്കണം. ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തത്ര തരത്തിലുള്ള പണികൾ വീട്ടിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇങ്ങനെ ഇതൊക്കെ റീസൺ കൊണ്ട് സംഭവിക്കുന്നതിന് പകരം അതിന്റെ പുറമെ ഒരു റീസണും ഇല്ലാണ്ട് ഇതേപോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കാം. മേ ബി നമ്മളെല്ലാവരും നിന്ന് പോകാറുണ്ടല്ലേ. ഇപ്പൊ നമുക്ക് ഓവർ ജോലിയൊക്കെ ഉള്ള സമയത്ത് അയ്യോ ഞാൻ നീറ്റടി ജോലി ചെയ്യണ്ടേ, ആ ഒരു തോട്ടിൽ നമ്മൾ നിന്ന് പോകാറുണ്ട്. ഇത് ഒരു തോട്ടും ഇല്ലാതെ, ഒരു ജോലി ഇല്ലാണ്ട്, ഒരു വർക്കും ഇല്ലാഞ്ഞിട്ട് തന്നെ നമ്മളിങ്ങനെ സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥ. ഇതിന് പറയുന്നവരാണ് മോർണിംഗ് ഡിപ്രഷൻ. മേ ബി നമ്മൾ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് വരും. ഇപ്പൊ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കാരണം കൊണ്ട് വന്നാല് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾക്ക് കാരണങ്ങൾ ഇല്ലാതെ വരിക. അത് പതിയെ പതിയെ എന്ത് ചെയ്യും, ഡിപ്രഷനിലോട്ട് നയിക്കുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് കുറേ സമയത്തേക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യാതെ വരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതാണ്: മോർണിംഗ് ഡിപ്രഷനിൽ നിന്ന് പുറത്തോട്ട് വരാനും അല്ലെങ്കിൽ ഇതിനെ ഓവർകം ചെയ്യാനുള്ള 12 ടിപ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: നിങ്ങളുടെ ഉറക്കത്തിന് ഒരു റുട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളത്. തോന്നുന്ന സമയത്ത് ഉറങ്ങി തോന്നുന്ന സമയത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിന്, നമ്മുടെ ശാരീരിക ആരോഗ്യം വളരെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായി ഒരേ സമയത്ത് ഉറങ്ങുന്ന, കൃത്യമായി ഒരേ സമയത്ത് എഴുന്നേൽക്കുന്നത്, അതായത് 10 to 4 അല്ലെങ്കിൽ 9 to 3, 9 to 4 ആ രീതിയിലൊക്കെ നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ ഷെഡ്യൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി പ്രഡിക്റ്റബിൾ ആയിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി എന്താ പറയാ, നിങ്ങളുടെ ബോഡി സൈക്കിൾ ഒന്ന് ഓർഡർ ആവും. അപ്പൊ അത് തന്നെ നിങ്ങളുടെ മാനസികാരോഗ്യത്തിൽ രാവിലെ ഫ്രഷ് ആയിട്ട് എണീക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. രാത്രി ഒരുപാട് നേരം വൈകി ഉറങ്ങുന്ന സമയത്ത് രാവിലെ എന്തായാലും ശരീരത്തിന് തന്നെ ഒരു ക്ഷീണം കാണും. പിന്നെ പൊതുവെ മനസ്സിന് ഇത്തരത്തിലുള്ള ഡിപ്രഷനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക വേണ്ടല്ലോ, നിങ്ങളത് സ്റ്റക്കാക്കി നിർത്തുക തന്നെ ചെയ്യും. അതിന്റെ രണ്ടാമത്തെ കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ബെഡ് മേക്ക് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ വിൻഡോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കുക. ഒരു ഫ്രഷ് എയർ, അതുപോലെ തന്നെ ചെറിയ സൂര്യപ്രകാശം ഒക്കെ നിങ്ങളുടെ ഫേസിലോട്ട് തട്ടുന്ന രീതിയിൽ നിങ്ങൾ ചുറ്റൂടുള്ള, അതായത് വിൻഡോസ് കംപ്ലീറ്റ്ലി ഒന്ന് ഓപ്പൺ ആക്കിയിടുക, ഡോറൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഓപ്പൺ ആക്കിയിടുക, ഫ്രഷ് എയർ ഒക്കെ വീടിനകത്തോട്ട് വരുന്ന രീതിയിൽ ഒന്ന് ഓപ്പൺ ആക്കിയിടുക. അതൊരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലോട്ടും അതുപോലെ തന്നെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ പോയിന്റ് ആണ് തണുത്ത വെള്ളം കൊണ്ട് കുളിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫേസ് വാഷ് ചെയ്യുക. ഇനിയിപ്പോ അതല്ലെങ്കിൽ നിങ്ങൾ ഒലു ചെയ്യുക, അതല്ലെങ്കിൽ കൈകാലൊക്കെ കഴുകുക. ഇപ്പൊ വിശ്വാസികൾ എന്നാന്നുണ്ടെങ്കിൽ കൈകാലൊക്കെ ഒന്ന് കഴുകുക. തണുത്ത വെള്ളം നിങ്ങളുടെ ഫേസിലോട്ട് തട്ടുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തിൽ വീഴുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ഹീറ്റ്, അതുപോലെ തന്നെ നാച്ചുറൽ ഈ പറയുന്ന നെഗറ്റീവ് എനർജീസ് ഒക്കെ ഒന്ന് പുറത്തു പോകാനും പകരം ഒന്ന് നിങ്ങളുടെ ഫ്രഷ് ആയിട്ട് കാമായിട്ട് നിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ഉടനെ നിങ്ങളൊന്ന് കുളിക്കുന്നത് നിങ്ങളുടെ ഈ മോർണിംഗ് ഡിപ്രഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ പോയിന്റ് ആണ് മൊബൈലിന്റെ യൂസേജ് കുറയ്ക്കുക എന്നുള്ളത്. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഹാഫ് ആൻ അവർ വരേക്ക് ഒരു തരത്തിലും നിങ്ങൾ മൊബൈൽ എടുക്കരുത്. ഒരാൾക്കും റിപ്ലൈ കൊടുക്കേണ്ടെന്ന കാര്യമില്ല, ആരുടെയൊക്കെ കോളുടെ മെസ്സേജസ് ഉണ്ടോന്നൊന്നും രാവിലെ നിങ്ങൾ നോക്കണ്ട, ന്യൂസുകൾ ഫോളോ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. രാവിലെ ഒരു 20 മിനിറ്റ് നേരം നിങ്ങളുടെ സ്വന്തം മീ ടൈം കൊടുക്കുക. എന്നിട്ട് ആ ഒരു ടൈം നിങ്ങൾ മൊബൈലിനെ ഒഴിവാക്കുക. നിങ്ങൾ എത്രത്തോളം മൊബൈൽ ഒഴിവാക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ മൈൻഡ് ഒന്ന് കാമായിട്ടിരിക്കും. കാരണം മൊബൈലിൽ വരുന്ന പല റീൽസും നിങ്ങളുടെ മൈൻഡിനെ കൺസിസ്റ്റന്റ് ആയിട്ട് വേറൊന്നിലോട്ട് സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, രാവിലെ തന്നെ മൊബൈൽ യൂസ് ചെയ്യുന്ന പരിപാടി ഉണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. അഞ്ചാമത്തെ പോയിന്റ് ആണ് മൈക്രോ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക. അതായത് രാവിലെ എഴുന്നേറ്റ് പറഞ്ഞായിരിക്കും ബെഡ് മേക്ക് ചെയ്ത് കോഫി കുടിക്കുക, അത് ഇന്ന ടൈമിന്റെ ഉള്ളിൽ സോർട്ട് ചെയ്യുക എന്നുള്ള ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ബുക്കിന്റെ ഒരു 12 പേജ് വായിക്കുക, അല്ലെങ്കിൽ ഒരു 8 പേജ് വായിക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര പേജ് ഖുർആൻ ഓതും, തഫ്സീർ വായിക്കും. അങ്ങനെ രീതിയിൽ ഒരു ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക. ആൻഡ് ആ ഗോൾ രാവിലെ തന്നെ അച്ചീവ് ചെയ്തിട്ട് തുടങ്ങുക. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ജിമ്മിൽ പോകണമെങ്കിൽ ജിമ്മിൽ പോകുന്നു എന്നുള്ളത് ഒരു ഗോൾ
ആയിട്ട് സെറ്റ് ചെയ്യുക. കറക്റ്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളൊന്ന് ജിമ്മിൽ പോയി വന്നാൽ നിങ്ങളുടെ ഫസ്റ്റത്തെ ആക്ടിവിറ്റി നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ തന്നെ നിങ്ങളുടെ ആ ഒരു ഡിപ്രഷൻ കറക്റ്റ് ആയിട്ട് മാറിയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കാരണം അടുത്ത പണിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. 6ാമത്തെ പോയിന്റ് ആണ് ജേർണൽ എഴുതുക എന്നുള്ളത്. നിങ്ങൾ മോർണിംഗ് ജേർണൽ എഴുതുക അല്ലെങ്കിൽ ഈവനിങ് ജേർണൽ എഴുതുക. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക. കാരണം ജേർണൽ എഴുതുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സ്, എമോഷൻസ്, അതേപോലെ ശരിയോ തെറ്റോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കൺഫ്യൂഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും. സോ നിങ്ങൾ ജേർണൽ ഇതുവരെ എഴുതാത്ത ഒരാളാണെങ്കിൽ എഴുതി തുടങ്ങുക. എങ്ങനെയാണ് ജേർണൽ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് എഴുതുക. ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്ന തോട്ട്സ് എന്താണോ അതിന് അങ്ങനെ തന്നെ ഒരു പേപ്പറിലോട്ട് പകർത്തി വെക്കുക. അതിന് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കീറിക്കളയാനും കത്തിച്ചളിയും ചെയ്യുക. പോസിറ്റീവ് തോട്ട്സിന് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. 7ാമത്തെ പോയിന്റ് ആണ് എണീറ്റ് ഉടനെ ഒരു 5 മിനിറ്റ്സ് ഹെവി വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നടക്കുന്നതാവാം അല്ലെങ്കിൽ ഓടുന്നതാവാം. എണീറ്റ് നിങ്ങളൊന്ന് ഫ്രഷ് ആയ ഉടനെ തന്നെ ഒരു ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക. പണ്ടുള്ള ആൾക്കാർ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് ഉടനെ തന്നെ പോയിട്ട് നന്നായിട്ടൊന്ന് മുറ്റഴിച്ച് കാര്യം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹെവി വർക്ക്ഔട്ട് കിട്ടും. അപ്പോൾ ഹെവി മൂവ്മെന്റ് കിട്ടുന്നത് തന്നെ നിങ്ങളുടെ മൈൻഡിന്റെ ഈ പറയുന്ന ഡിപ്രഷൻ ഒന്ന് കൺട്രോളിലാക്കി കൊണ്ടുവരാനായിട്ട്. 8ാമത്തെ പോയിന്റ് ആണ് മസ്റ്റ് ആയിട്ട് പ്രേ ചെയ്യാന്നുള്ളത്. ഈവൻ നിങ്ങൾ ഇപ്പോൾ വിശ്വാസികളാണെങ്കിൽ, അത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഒന്നുമില്ല, എന്ത് വിശ്വാസിയാണെങ്കിലും നിങ്ങളുടെ റിച്വൽസിലുള്ള ഒരു പ്രെയർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഈവൻ ഇപ്പോ തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, അത് ഭയങ്കര പവർഫുൾ ആയിട്ട് നിങ്ങളുടെ ഡിപ്രഷനെ ഹീൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് വേറൊരു എന്താ പറയാ, എത്രയൊക്കെ ആൻസൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും തഹജ്ജുദ് എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില്ലായിരിക്കും. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന ആൾക്കാരുടെ കഥയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ടൈമിൽ എഴുന്നേൽക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഇനിയിപ്പോ നിങ്ങളൊരു അവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിങ്ങൾ പ്രെയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാം. 9ാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത്. ലൈറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ ഒരു ദിവസത്തെ തന്നെ ഡിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പല ആളുകളുടെയും എമോഷനാണ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒരു എമോഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ് നിങ്ങൾ രാവിലെ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്തേ. ഇപ്പൊ ഞാനൊക്കെ കോഴിക്കോട് പോകുന്ന സമയത്ത് രാവിലെ കഴിക്കുന്ന ഒരു ഫുഡ് ഉണ്ട്, പഴംപൊരി ബീഫും. ആ ഇടയിലെ ഹോട്ടലിൽ പോയിട്ടുള്ള പഴംപൊരി ബീഫും ഞാൻ എന്റെ സീനൊക്കെ പാടെ പോയിട്ട് കഴിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു മോർണിംഗ് വൈബുണ്ട്. സ്വർഗം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സാധനം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൂഡ് തന്നെ ടോട്ടലി ചേഞ്ച് ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കാം. മാത്രമല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് എന്തെങ്കിലും കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. 11ാമത്തെ നിങ്ങൾ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ഒറ്റയ്ക്ക് അതിജീവിക്കാൻ വേണ്ടി ട്രൈ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്കൊരു ഒരു മെന്റൽ ഹെൽപ്പ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമോ അവിടെ നിന്ന് നിങ്ങൾക്ക് സീക്ക് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെതാവാം, പാരൻസിൻ്റെതാവാം, ഹസ്ബൻഡിൻ്റെതാവാം. നിങ്ങൾ അവരോട് പറയാം, എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ സ്റ്റക്കായിട്ട് പോകുന്നുണ്ട്, എനിക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു കൗൺസിലറെ കാണണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എമോഷണലി, മെന്റലി നിങ്ങളുടെ പ്രോബ്ലം എന്താണ്, അതിന്റെ തീവ്രത എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരിൽ നിന്നൊരു ഹെൽപ്പ് നിങ്ങൾ എടുക്കാട്ടോ. ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ നിങ്ങൾ സീക്ക് ചെയ്യുക. 12ാമത്തെ കാര്യം ഇതാണ്, നിങ്ങൾ ഓൾവേസ് ഒന്ന് സ്മൈൽ ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് മനസ്സിലാവും ഇത്രയും കഷ്ടപ്പാടിൽ നിൽക്കുമ്പോൾ ഒരു പണി നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ചിരിക്കുക എന്നുള്ളത്. നിങ്ങൾ ഫോഴ്സ്ഫുള്ളി തന്നെ നിങ്ങളുടെ ഫേസിൽ ഒരു സ്മൈൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിന് അത് അറിയാത്ത രീതിയിൽ തന്നെ സബ്കോൺഷ്യസ്ലി ഫീഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ദാറ്റ് യു ആർ ഓക്കെ, നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള സജഷൻ നിങ്ങളുടെ ബ്രെയിനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കോൺഷ്യസ്ലി തന്നെ ചിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങളതിനെ കാമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങളുടെ ബ്രെയിന് തന്നുകൊണ്ടിരിക്കും. പതിയെ നിങ്ങൾക്ക് ഈ ഡിപ്രഷനിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കും കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് 12 ടിപ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കാരണം ഞാൻ കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇന്നത്തെ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇപ്പൊ റീസെന്റ് ഞാൻ വളരെ ഡിലേ ആയിട്ടാണ് വീഡിയോ ഇടാറ്. അപ്പൊ നിങ്ങളൊരു കമന്റ് ഇടുന്നത്, ലൈക്ക് ഇടുന്നതൊക്കെ എൻ്റെ വീഡിയോസിന്റെ റീച്ചിന് ഭയങ്കര ഹെൽപ്പായിട്ട് വരും. മാത്രമല്ല അത് കുറെ ആൾക്കാർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. സോ മസ്റ്റ് ആയിട്ടൊന്ന് കമന്റ് ചെയ്യുക, കഴിയുമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.